നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഡ്രിപ്പ് ഇറിഗേഷൻ അഥവാ തുള്ളി നന എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിനെ കുറിച്ചുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലെല്ലാം നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെടികളെല്ലാം നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അത് ചെടിച്ചട്ടികളിലും വയ്ക്കാറുണ്ട്, അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ, ഹാങ്ങിങ് പോട്ട്, വീടിൻ്റെ സൺഷെയ്ഡിൽ നിന്നൊക്കെ തൂക്കിയിട്ടിട്ടൊക്കെ നമ്മൾ ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കുന്നുണ്ട്, വീടിന് കൂടുതൽ ഭംഗി കിട്ടാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീടുകളിലില്ലാത്ത സമയത്ത് ഒന്നോ രണ്ടോ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ മാറി നിൽക്കുമ്പോൾ ഈ ചെടികൾ നനയ്ക്കാനായിട്ട് നമുക്ക് വേറൊരാളെ വെക്കേണ്ടി വരും, അല്ലാന്ന് വെച്ചാൽ ആളില്ലാത്തൊരവസ്ഥ വരും. അതുമാത്രമല്ല, നമ്മൾ വീടുകളിലുണ്ടെങ്കിലും കുറേ ചെടികളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗാർഡൻ ഒരു ഹോസ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ചെടികളിലേക്കും വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഒരു സമയം തന്നെ അതിനുവേണ്ടി മെനക്കെട്ട് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ വെക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു വാൾവ് മാത്രം തുറന്നിട്ടാൽ മതി. ഒരു വാൾവ് തുറന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടികളിലും ഒരേ സമയം വെള്ളം എത്തും. അതിങ്ങനെ ഒന്നോ രണ്ടോ അങ്ങനെ ഡ്രോപ്പായിട്ടാണ് ചെടിച്ചട്ടികളിലും എല്ലാ ചെടികളിലും എത്തുന്നത്. ഡ്രോപ്പായിട്ട് അതിൻ്റെ നമുക്ക് പ്രഷറൊക്കെ കുറച്ച് കൂട്ടാനും കുറച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത് എൻ്റെ വീട്ടിലത്തെ ഒരുപാട് ചെടികളുടെ ആ ഒരു വീഡിയോയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും, ഇവിടെ ഒരുപാട് ചെടിച്ചട്ടികളിൽ ചെടികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ 2 സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാങ്ങിങ് പോട്ട്സുകളുണ്ട് തൂക്കിയിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ കൂടി എങ്ങനെ വെള്ളം എത്തിക്കുന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ എന്നുള്ളത് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വേറെ മോട്ടറോ അങ്ങനത്തെ ഒന്നും വേണ്ട. നമ്മൾ നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള ടാങ്കിൽ വെള്ളം വരുന്ന ആ വെള്ളം അത് ഉപയോഗിച്ചിട്ട് തന്നെ വീടിൻ്റെ അടിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ടാപ്പിൽ നിന്ന് കണക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ്റെ മെയിൻ പൈപ്പിംഗ് എല്ലാം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇതിന് ഈ വാൾവ് തുറന്നിടുന്ന സമയത്ത് നമ്മൾ വേറെ മോട്ടർ ഓൺ ചെയ്യുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ടാങ്കിലുള്ള വെള്ളം, നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് നമ്മൾ സാധാരണ പമ്പ് ചെയ്ത് കയറ്റുന്ന വെള്ളം, ആ വെള്ളം തന്നെയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ചെടി നനയ്ക്കാനൊക്കെ ആയിട്ട് വീടിൻ്റെ ഏതെങ്കിലും സൈഡിലൊക്കെ ഒരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് വന്ന് നിൽക്കുന്നുണ്ടാവും. അതിൽ നിന്ന് നമ്മളൊരു ടാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇത് അങ്ങനെ തന്നെയാണുള്ളത്. നമ്മളിങ്ങനെ ഒരു ടാപ്പ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടിയിൽ നിന്ന് വരുന്ന ഒരു ബ്രൗൺ പൈപ്പ് കണ്ടില്ലേ, കുറച്ച് പെയിൻറ്റൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ ആ പൈപ്പിൽ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്തിരിക്കുകയാണ്. ആ പഴയ നിന്നിരുന്ന ടാപ്പ് കുറച്ച് അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. അതാണ് ആ പച്ച കളറുള്ള ആ പൈപ്പിൻ്റെ ഒരു ടാപ്പ് കാണുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ 2 കണക്ഷൻ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ടാങ്കിൽ നിന്ന് വരുന്ന ഇൻലെറ്റാണ് ആ ബ്രൗൺ കളറിലുള്ള 3/4 ഇഞ്ചിൻ്റെ പൈപ്പ്. ഇതിൽ നിന്ന് 2 ഇൻലെറ്റ് എടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് 2 ഡയറക്ഷനിലേക്ക് കൊടുക്കണം. ആ മുകളിലേക്ക് പോയിട്ടുള്ളത് ആ ചുവന്ന കളറിലുള്ളത് വാൾവാണ്. ആ വാൾവ് തുറന്നിട്ടാൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടാങ്കിലുള്ള വെള്ളം അവിടേക്ക് വന്നിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പൈപ്പ് തുറക്കണ പോലെ തന്നെ വെള്ളം അതിൽ കൂടെ അങ്ങോട്ട് പോകും, എല്ലാ ചെടികളിലും എത്തും. ഇത് 2 ഡയറക്ഷനിലേക്ക് കൊടുത്തിട്ടുള്ളത്, ഒരെണ്ണം അടിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് അടിയിൽ കുറേ ചെടിച്ചട്ടികൾ ഈ ഒരു ഡയറക്ഷനിൽ വീടിൻ്റെ ഒരു സൈഡിൽ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അങ്ങനെ ഒരു ബ്രാഞ്ച് എടുത്ത് കൊടുത്തു എന്നുള്ളൂ. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് എടുത്ത് ചെയ്യാം. പിന്നെ മുകളിലേക്ക് പോയിട്ടുള്ളത്, അത് വീഡിയോയിൽ ഞാൻ പിന്നെ കാണിക്കുന്നതാണ്. മുകളിലേക്ക് പോയിട്ടുള്ളത് നമ്മുടെ ഹാങ്ങിങ് പോട്ട്സ്, സൺഷെയ്ഡുമേ ഒരുപാട് പോട്ട്സുകൾ നമ്മൾ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് തന്നെ നമ്മൾ വെർട്ടിക്കൽ ഗാർഡനിലേക്ക് ഒരു ബ്രാഞ്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ നിൽക്കുന്നത്. പിന്നെ ആ കറുത്ത കളറുള്ള പൈപ്പ് നമ്മൾ 16 mm പൈപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്, 16 mm. ആ 16 mm പൈപ്പിനെ നമ്മൾക്ക് എവിടെയൊക്കെ ചെടികളുണ്ടോ അവിടേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ടാങ്കിൽ നിന്ന് വരുന്ന ഇൻലെറ്റിൽ നിന്ന് ഈ 16 mm പൈപ്പ് ആദ്യം ഒരു വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ആ റെഡ് കളറിലുള്ളത്. അപ്പോൾ ഈ പൈപ്പ് 16 mm എവിടെയൊക്കെ ചെടിച്ചട്ടികളുണ്ടോ അവിടേക്കൊക്കെ ഇതിനെ കൊണ്ടുപോയിട്ടുണ്ട്. അത് വീടിൻ്റെ ഏതെങ്കിലുമൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ഈ 16 mm പൈപ്പിൽ നിന്ന് 4 mm അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 mm, 4 mm 6 mm രണ്ടും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെ എമിറ്റർ പൈപ്പ് എന്നാണ് പറയുക. ഈ എമിറ്റർ പൈപ്പ് അതിൽ നിന്ന് കണക്ട് ചെയ്യും. എന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുമ്പത്ത് ഒരു എമിറ്റർ എന്ന് പറയുന്ന ഒരു കണക്ടറുണ്ട്, അത് അതിൽ വെക്കണം. ഇതൊക്കെ വെക്കാനായിട്ട് ജസ്റ്റ് അത് നമുക്ക് ആ പൈപ്പ് അതിലേക്ക് കയറ്റി കൊടുക്കുക വേണ്ടോ, അതിനുള്ള ആ ഒരു പിന്നും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ 16 mm പൈപ്പിനെ നമ്മൾ പഞ്ച് ചെയ്തിട്ടാണ് ഈ 4 mm ഒരു കണക്ടർ വെച്ചിട്ട്, ആ കണക്ടറിൽ പൈപ്പ് ചിലപ്പോൾ ഒന്ന് ചൂടാക്കേണ്ടി വരും. അതായത് 4 mm അല്ലെങ്കിൽ 6 mm പൈപ്പ് ഒന്ന് ചൂടാക്കിയാലാണ് ആ കണക്ടറിൽ കയറുള്ളൂ. അപ്പോൾ അത് കയറ്റിയതിന് ശേഷം അതിൻ്റെ മുമ്പിൽ എമിറ്റർ കണക്ട് ചെയ്തിട്ട് നേരെ ചെടിച്ചട്ടിയിലേക്ക് ജസ്റ്റ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോസിൽ ജസ്റ്റ് കുറേ കണക്ഷനൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളാണ് പോയിട്ടുള്ളത്. ഇത് പിന്നെ മുകളിലേക്ക് പോയിട്ടുള്ള പൈപ്പ്, അതായത് നമ്മുടെ ഹാങ്ങിങ് പോട്ട്സുകളിലേക്ക് ഈ ഒരു കണക്ഷൻ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സൺഷെയ്ഡിനോട് ചേർന്നിട്ട് നമ്മളൊരു
ഡ്രസ്സൊക്കെ അടിക്കുന്ന പൈപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ പൈപ്പുമ്മയാണ് നമ്മൾ ഹാങ്ങിങ് പോട്ട്സ് എല്ലാം തൂക്കിയിട്ടിരുന്നത്. അപ്പോൾ ആ പൈപ്പ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കേബിൾ ടൈ വെച്ചിട്ട് ഈ 16 പൈപ്പ് മുകളിൽ കൂടെ അങ്ങനെ ഓടിച്ച് പോയിട്ടുണ്ട്. പിന്നെ ആ 16 പൈപ്പിൽ നിന്ന് ഈ പറഞ്ഞ പോലെ തന്നെ 4 അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6 ആണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ചില സമയത്ത് 4 ആണ് ആ കടയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് 4 ചെറിയ പൈപ്പ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കണ്ടില്ലേ അടിയിലേക്ക്. അപ്പോൾ അത് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഈ 16 പൈപ്പ് ആ കമ്പിയിൽ നമ്മൾ കണക്ട് എങ്ങനെയാണ് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കേബിൾ ടൈ വെച്ചിട്ട് കെട്ടി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് അത് എൻഡ് ക്യാപ്പ് കടകളിലൊക്കെ ചോദിച്ചാൽ അത് മടക്കി വെച്ചിട്ട് ഒരു ക്യാപ്പ് അടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫ്ലോ അവിടെ നിൽക്കും. ഇതാണ് വീടിൻ്റെ മറ്റൊരു സൈഡിലുള്ള കുറേ ചെടിച്ചട്ടികൾ. നേരത്തെ കാണിച്ചത് വീടിൻ്റെ വേറെ സൈഡിലുള്ളതായിരുന്നു. ഇത് ഇപ്പുറത്തെ സൈഡിലുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു പൈപ്പ് നിൽക്കുന്നുണ്ടായിരുന്നു. ആ പൈപ്പിൽ നിന്ന് ഒരു ബ്രാഞ്ച് എടുത്തു. 3/4 ഇഞ്ചിൻ്റെ ബ്രാഞ്ച് എടുത്തിട്ട് 16 പൈപ്പിനെ അതുപോലെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എല്ലാ ചെടിച്ചട്ടികൾക്കും ഇട്ടിരിക്കുകയാണ്. ഈ ചെടിച്ചട്ടികളിൽ ഇട്ടിരിക്കുന്നത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരു നീല കളറിലുള്ള ഒരു ബ്രാഞ്ച്, ഒരു സ്റ്റിക്ക് പോലൊരു സാധനം ഉണ്ടായില്ല. അതെന്തിനാണ് വയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 16 പൈപ്പിൽ നിന്ന് 6 പൈപ്പ് വന്നതിന് ശേഷം അത് മണ്ണിൽ അങ്ങനെ കിടക്കണ്ടെന്ന് വെച്ചിട്ട് ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചെടികളുടെ ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെടിച്ചട്ടിയിൽ ഒരു സ്റ്റിക്ക് പോലെ വെച്ചിട്ട് ആ സ്റ്റിക്കിൽ ഇതിങ്ങനെ നേരെ വെക്കാനായിട്ട് പറ്റും. ഇത് കണ്ടാൽ മനസ്സിലാവും എല്ലായിടത്തേക്കും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുറച്ച് പൈപ്പ് മണ്ണിൻ്റെ അവിടെ നിന്ന് പിന്നെ അടിക്കോട്ട് എടുത്തിട്ടാണ് വേറെ ബ്രാഞ്ച് ഇട്ട് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മുടെ സാധാരണ പ്ലംബിങ് ചെയ്യണ പോലെ തന്നെ എൽബോ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ T അങ്ങനത്തെ കണക്ടറൊക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇത് വീടിൻ്റെ ഈ തിണ്ടിൻ്റെ 2 സൈഡിലും പൈപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അത് T വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് അതിനെ ബ്രാഞ്ച് തിരിച്ചിട്ട് ലൂപ്പായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ പൈപ്പിൽ നിന്ന് തന്നെ നമുക്കൊരു 100-110 ചട്ടികൾക്കൊക്കെ എടുക്കാം. അങ്ങനെ പ്രഷർ കുറയൊന്നുമില്ല. പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം, ഈ സ്റ്റോണിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള പുല്ലിനൊക്കെ വെള്ളം നനയ്ക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ആദ്യം അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഐഡിയയിൽ തോന്നിയിട്ടുള്ളതാണ്. ഇപ്പോൾ 2 സൈഡിലും ചെടിച്ചട്ടികൾക്ക് നമ്മൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ സൈഡിലൊക്കെ 16 പൈപ്പ് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പിനെ തന്നെ ഒന്ന് തുളച്ചിട്ട് വേറെ കണക്ടറൊന്നും ചെയ്തില്ല. പൈപ്പിനെ ജസ്റ്റ് തുളയ്ക്കുമ്പോൾ ആ പ്രഷറിൽ തന്നെ വെള്ളം നന്നായിട്ട് മുകളിലേക്ക് ചീറ്റിയിട്ട് വരും. അങ്ങനെ ഒരു 4-5 സ്ഥലങ്ങളിൽ അങ്ങനെ തുളച്ചു. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു ചെറിയ കണക്ടറുകൾ, അത് നമ്മുടെ ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കണക്ടറും വേണമെങ്കിൽ വയ്ക്കാം. കണക്ടർ വയ്ക്കുമ്പോൾ കുറച്ചുകൂടി പ്രഷർ ഉണ്ടാവും. ഈ ഒരു ഹോള് ഡയറക്റ്റ് അടിച്ചിട്ടുള്ളതാണ്. ഡയറക്റ്റ് അടിക്കുമ്പോൾ കുറച്ച് സ്പ്രിങ്ക്ലറായിട്ട് അങ്ങനെ പോകും. പിന്നെ ഇപ്പുറത്ത് ഒരു 3-4 കമ്പി പോലെ വെച്ചിരുന്നു. പക്ഷേ ഇത് നമുക്കൊരു തടസ്സം പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷമാണ് പിന്നെ അങ്ങനെ ഡയറക്റ്റ് ആ 16 പൈപ്പിൽ പഞ്ച് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിലും നമുക്ക് വാട്ടർ നന്നായിട്ട് സ്പ്രേ ആവുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ടറുകൾ ചെടിച്ചട്ടിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള എമിറ്റർ എന്ന് പറയുന്നത് തുമ്പത്ത് വയ്ക്കുന്നത് പല ടൈപ്പിലുള്ള അവൈലബിൾ ആണ്. ഇപ്പോൾ 1 മണിക്കൂറിൽ 4 ലിറ്റർ എന്ന് പറയുന്നത്, അതുപോലെ 1 മണിക്കൂറിൽ 8 ലിറ്റർ എന്ന് പറയുന്നത്, അതുപോലെ പല ടൈപ്പിലുള്ളത്. ഇപ്പോൾ ഈ ആ ഒരു ഉണ്ട പോലെ നിൽക്കുന്നതാണ് എമിറ്റർ എന്ന് പറഞ്ഞത്. ഇത് പിന്നെ വെർട്ടിക്കൽ ഗാർഡനിൽ ചെയ്യുന്നതാണ്. വെർട്ടിക്കൽ ഗാർഡനിൽ കണ്ടില്ലേ, ഇപ്പോൾ ആ ഒരു വെർട്ടിക്കൽ ഗാർഡൻ്റെ ഏറ്റവും മുകളിലേക്കൂടെ ഈ 16 പൈപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഇത് എൻഡ് ക്യാപ്പ് അടിക്കാനായിട്ടൊരു വാൾവ് പോലെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ വെള്ളം അവിടെ വെച്ച് സ്റ്റോപ്പായിട്ട് ഇതിൻ്റെ മുകളിൽ മാത്രം വെർട്ടിക്കൽ ഗാർഡൻ്റെ മുകളിൽ കൂടെ പോയിട്ടുള്ള പൈപ്പിൽ കൂടെ പിന്നെ അതിൽ നിന്ന് വീണ്ടും ബ്രാഞ്ച് എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ പല ബ്രാഞ്ചായിട്ട് ഇങ്ങനെ ഒരു കൊമ്പ് പോലെ നിൽക്കും. പക്ഷേ വെള്ളം വിടുമ്പോൾ ഇതിൻ്റെ തുമ്പത്ത് വെച്ചിട്ടുള്ളത് 180 സ്പ്രേ എന്ന് പറയും. അത് ഒരു 180 ഡിഗ്രിയിൽ നമുക്ക് സ്പ്രേ ചെയ്യണ പോലെ കിട്ടും. അത്ര ദൂരത്തേക്കൊന്നും കിട്ടില്ല. പക്ഷേ ഈ വെർട്ടിക്കൽ ഗാർഡനൊക്കെ ഇത് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ പല ബ്രാഞ്ചായിട്ട് എടുത്തിട്ട് നമ്മൾ വെള്ളം വിടുമ്പോൾ പല സ്ഥലത്തേക്കും സ്പ്രേ ആവും. അപ്പോൾ ജസ്റ്റ് ആ സ്പ്രേയെ കൊണ്ട് നമുക്ക് അങ്ങനെ വെർട്ടിക്കൽ ഗാർഡനിലെ ചെടികളെയും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ വെർട്ടിക്കൽ ഗാർഡനിൽ നമുക്ക് ഓരോ പോട്ടിലും നമുക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തി കിട്ടില്ല. പിന്നെ അത് അറിഞ്ഞൂടെ, വെർട്ടിക്കൽ ഗാർഡൻ ആകുമ്പോൾ കുറച്ച് പോട്ടുകൾ കൂടുതലാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ പ്രഷറൊക്കെ ഒന്ന് കുറയാൻ വഴിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ കണക്ട് ചെയ്യണത് മെയിൻ കാര്യം ഇവിടെ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മുടെ ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ പൈപ്പിനെ കണക്ട് ചെയ്യുക. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് രണ്ടും ഒറ്റ ടൈമിൽ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യൽ മാത്രമാണ് നമുക്ക് ഒരു പണിയുള്ളൂ. അത് കഴിഞ്ഞാൽ നനയ്ക്കലെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നനയുണ്ടാവും. ഇപ്പോൾ അതാ നിങ്ങൾക്ക് ഇതിൽ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നേരെ ചെടിച്ചട്ടിയിലേക്ക് തുള്ളിയായിട്ട് ഇങ്ങനെ നനഞ്ഞോളൂ. നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിലും വന്ന് ഓഫ് ചെയ്താൽ മതി. വേറെ അങ്ങനെ വെള്ളം വല്ലാണ്ട് സ്പ്രെഡായിട്ട് വേസ്റ്റായി പോകുന്നില്ല. ഇതിപ്പോൾ എല്ലാ ചെടികളിലും എത്തുന്നുണ്ട്. അതാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത്. ആ സ്റ്റിക്കൊക്കെ കണ്ടില്ലേ, നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു സ്റ്റിക്കിൽ വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊന്തി നിൽക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എമിറ്ററിൻ്റെ ഉള്ളിൽ മണ്ണൊന്നും കയറില്ല. ഇപ്പോൾ ഇത് ചെടികൾക്കെല്ലാം നനയുന്നുണ്ട്. അതുപോലെ പുല്ലിനെ കണ്ടില്ലേ, പുല്ലിനൊക്കെ നല്ല സ്പ്രേ ആയിട്ട് നല്ല ഹൈറ്റിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ വെർട്ടിക്കൽ ഗാർഡൻ
എല്ലാത്തിനും നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. ചിലപ്പോൾ ചുരുക്കം 1-2 പോട്ടുകളിലൊന്നും കിട്ടില്ല എന്ന് വരും. എങ്കിലും നമുക്ക് ഒരു 99% നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ചെടികളിലെല്ലാം വെള്ളം കിട്ടി അതങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഈ ഒരു ടെക്നോളജിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയണത് ഈ 16 mm പൈപ്പിൽ നിന്ന് ആ ഒരു 6 mm പൈപ്പ് ബ്രാഞ്ച് എടുത്തിട്ട് എങ്ങനെയാണ് ചെടിച്ചട്ടിയിലേക്കൊക്കെ കണക്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല, ഒരു 16 mm പൈപ്പ്, പിന്നെ 6 mm പൈപ്പ്, പിന്നെ ഇതിൻ്റെ കണക്ടർ, അതാണ് ഈ നീല കണക്ടർ. ഈ 16 mm പൈപ്പ് തുളച്ചിട്ട് ആ കണക്ടർ അതിലേക്ക് വെക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ 6 mm പൈപ്പ് ആ കണക്ടറിലേക്ക് ഇറക്കി വയ്ക്കണം. അപ്പോൾ നമ്മളെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 6 mm പൈപ്പും കണക്ടറും അതിൻ്റെ തുമ്പത്തുള്ള ആ കറുത്ത കളറുള്ള എമിറ്ററും എല്ലാം കൂടി ഒറ്റ അസംബ്ലി ആക്കും. നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്നുള്ള ആദ്യം നോക്കിയിട്ട് നമ്മൾ ആ 6 mm പൈപ്പ് കട്ട് ചെയ്തെടുക്കണം. ചിലപ്പോൾ ഒരു 30 സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 50 സെൻറ്റിമീറ്ററോ ഒക്കെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ആ നീല കളറിലുള്ള പിന്നും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള മറ്റേ സൈഡിലുള്ള എമിറ്റർ ആ ബ്ലാക്ക് കളറിലുള്ളതും നമ്മൾ ആദ്യമേ കണക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സുഖമാണ്. അപ്പോൾ 16 mm പൈപ്പിൽ എവിടെയൊക്കെയാണ് നമ്മൾ ആദ്യം 16 mm പൈപ്പ് ചെടികളുടെ എല്ലാ സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ട് എവിടെയൊക്കെയാണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓൺ ദ സൈറ്റിൽ വെച്ചിട്ട് പഞ്ച് ചെയ്യുക. അത് പഞ്ച് ചെയ്തിട്ട് പിന്നെ നേരെ ഈ ഒരു അസംബ്ലി അതിലേക്ക് കയറ്റി കൊടുക്കുകയാണ് വേണ്ടത്. ചിലപ്പോൾ നമുക്ക് പ്രസ് ചെയ്യാനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് പ്രസ് ചെയ്താൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ ഒരു പ്ലയർ വെച്ചിട്ട് ഇറക്കി കൊടുത്താലാണ് കുറച്ചുകൂടി അങ്ങോട്ട് കയറിയിരിക്കുള്ളൂ. പിന്നെ അത് ഏത് സൈഡാണ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു മുഴച്ച് നിൽക്കുന്ന സൈഡാണ് നമുക്ക് 16 mm പൈപ്പിൻ്റെ ഉള്ളിലേക്ക് പോകേണ്ടത്. മറ്റേത് എമിറ്റർ പൈപ്പിൻ്റെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. അത് രണ്ട് സൈഡ് മാറിയാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു അസംബ്ലി ഞാനിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ അസംബ്ലി നമുക്ക് ഓരോ ലെങ്ത്തിന് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ 16 mm പൈപ്പിൽ പഞ്ച് ചെയ്ത് കയറ്റിയാൽ മതി. ഇതിപ്പോൾ പഞ്ച് ചെയ്ത് കയറ്റുന്നത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇതിലേക്ക് അവിടെ ഒരു ഹോള് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് പഞ്ച് ചെയ്യാനായിട്ടൊരു പഞ്ചർ, അതാണ് തൊട്ടപ്പുറത്തൊരു നീല ബ്ലൂ കളറിലുള്ള ഇരിക്കുന്നത്, ഒരു സൂചി പോലുള്ളൊരു സാധനം. അപ്പോൾ അതിലേക്ക് പഞ്ച് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ആ പഞ്ചിലേക്ക് ഇത് ഇറക്കി വെച്ചാൽ മതി. അത് അത്ര എളുപ്പമല്ല, ഒരു പ്ലെയർ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾ ഇറക്കേണ്ടി വരും. കാരണം ഇതിന് വേറെ പിന്നെ നമ്മൾ ഫിറ്റിങ്സോ ഒന്നും ചെയ്യണമെന്നില്ല. ഇനി നമ്മൾ ചെയ്ത വർക്കിൽ തന്നെ മുകളിൽ ഹാങ്ങിങ് പോട്ട്സിൽ നിന്നൊക്കെ പൈപ്പ് എടുത്തിട്ടുണ്ടല്ലോ, ആ 16 mm പൈപ്പിൽ നിന്ന് നമുക്ക് ബ്രാഞ്ച് എടുത്തിട്ട് ഇതുപോലെ അടിയിലേക്കൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അടിയിലൊക്കെ ഏതെങ്കിലും ചെടിച്ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു നനവ് കിട്ടും, തുള്ളിയായിട്ട് തന്നെ കിട്ടും. ഇതാണ് ആ വെർട്ടിക്കൽ ഗാർഡൻ്റെ ഒന്നുകൂടി ക്ലോസപ്പ് ആയിട്ട് എടുത്തിട്ടുള്ളത്. സോറി, വെർട്ടിക്കൽ ഗാർഡൻ അല്ല, ഹാങ്ങിങ് പോട്ട്സ്. മുകളിലത്തെ പൈപ്പിൽ കൂടെ 16 mm പൈപ്പ് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6 mm പൈപ്പ് പിന്നെ എമിറ്ററും എല്ലാം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് തുറക്കുമ്പോൾ ആ വാൾവ് തുറക്കുമ്പോൾ നമുക്ക് എല്ലാത്തിലേക്കും ഇങ്ങനെ കിട്ടും. വെർട്ടിക്കൽ ഗാർഡനൊന്നും സ്റ്റിക്ക്, ആ ബ്ലൂ കളറിലുള്ള സ്റ്റിക്കൊന്നും കൊടുക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. മെയിനായിട്ട് ഡ്രിപ്പ് ഇറിഗേഷൻ എന്ന ഒരു മെത്തേഡ് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇത് പിന്നെ വീട്ടിൽ ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ള സാധാരണ ചെടികളും പിന്നെ ഒരു ചെറിയ ചക്കയൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാണ്. കുറച്ച് മാങ്ങകളും എല്ലാം വീടിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലംബറുടെ സഹായത്തോടു കൂടി ചെയ്യാവുന്നതാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനെല്ലാം വീട്ടിൽ വേറെ ഹെൽപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, താങ്ക് യു.